ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന എക്സാമുകളായ LGS, LDC മുതലായ PSCയുടെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള 25 കറണ്ട് അഫയേഴ്സാണ്. എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും പഠിച്ചു പോവുക. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും നല്ലപോലെ തന്നെ പഠിക്കുക, റിവിഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കേരള എക്സൈസ് വകുപ്പ് മന്ത്രി. കേരള എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷ്. MB രാജേഷാണ് കേരള എക്സൈസ് വകുപ്പ് മന്ത്രി. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം. 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് അസർബൈജാൻ. അസർബൈജാനിലാണ് 2024 കാലാവസ്ഥാ ഉച്ചകോടി നടക്കുന്നത്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റാണ് 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ. ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ദി അപ്രൻറ്റിസ്. ദി അപ്രൻറ്റിസ് എന്ന സിനിമയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ. കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കനവ്. എന്താണ്? കനവാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. ഒന്നുകൂടെ നോക്കാം. കേരള എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ്. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം. 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം അസർബൈജാൻ. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ദി അപ്രൻറ്റിസ്. കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കനവ്. 2023 സമാധാന നൊബേൽ പുരസ്കാര ജേതാവ്. 2023 സമാധാന നൊബേൽ പുരസ്കാര ജേതാവ് ആരാണ്? നർഗീസ് മുഹമ്മദി, ഇറാൻ. ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിയാണ് 2023 സമാധാന നൊബേൽ പ്രൈസ് ജേതാവ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഹീത്ത് സ്ട്രീക്ക് ഏത് രാജ്യത്തെ ക്രിക്കറ്റർ ആയിരുന്നു? 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഹീത്ത് സ്ട്രീക്ക് ഏത് രാജ്യത്തെ ക്രിക്കറ്റർ ആയിരുന്നു? സിംബാബ്വെ. സിംബാബ്വെയുടെ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ഹീത്ത് സ്ട്രീക്ക്. അദ്ദേഹം മരിച്ചത് 2023 സെപ്റ്റംബറിൽ. അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി-2. മൈത്രി-2 ആണ് അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം. 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം. 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ജപ്പാൻ. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യമാണ് അർമേനിയ. അർമേനിയയാണ് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം. 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോടൈം സ്പീക്കർ ആയത്. 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോടൈം സ്പീക്കർ ആയത് ഭർതൃഹരി മഹ്താബ്. ഭർതൃഹരി മഹ്താബാണ് 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോടൈം സ്പീക്കർ ആയത്. ഒന്നുകൂടെ നോക്കാം. 2023 സമാധാന നൊബേൽ പുരസ്കാര ജേതാവാണ് ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദി. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഹീത്ത് സ്ട്രീക്ക് ഏത് രാജ്യത്തെ ക്രിക്കറ്റർ ആയിരുന്നു? സിംബാബ്വെ. അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി-2. 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്ന രാജ്യം ജപ്പാൻ. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യം അർമേനിയ. 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോടൈം സ്പീക്കറായത് ഭർതൃഹരി മഹ്താബ്.
ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതി. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് പുസ്തകത്തോണി. ISROയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള അഗ്നി 5 മിസൈലിന്റെ വിക്ഷേപണ പരീക്ഷണം. ISROയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള അഗ്നി 5 മിസൈലിന്റെ വിക്ഷേപണ പരീക്ഷണമാണ് മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രയാണ് ISROയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള അഗ്നി 5 മിസൈലിന്റെ വിക്ഷേപണ പരീക്ഷണം. ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമ. ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാണ് ആടുജീവിതം. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിതമാകുന്നത് വയനാട്. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതാണ് 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. 2024 അന്താരാഷ്ട്ര യോഗാ ദിനം എവിടെയായിരുന്നു ആചരിച്ചത്? ശ്രീനഗറിലായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടയിൽ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് പുസ്തകത്തോണി. ISROയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള അഗ്നി 5 മിസൈലിന്റെ വിക്ഷേപണ പരീക്ഷണമാണ് മിഷൻ ദിവ്യാസ്ത്ര. ഏറ്റവും വേഗത്തിൽ 50 കോടി രൂപ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാണ് ആടുജീവിതം. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് വയനാട്. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷതാരം. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷതാരമാണ് ലിയാൻഡർ പേസ്. ലിയാൻഡർ പേസ് ആണ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷതാരം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത്? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത്? വാഗമൺ. വാഗമണിലാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ലുപാലം നിലവിൽ വന്നത്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏതു മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏതു മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏതു മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം. 2023 2000-ലധികം പേരുടെ മരണത്തിനു കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയ. ലിബിയയിലാണ് 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്നത്. ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 3ാമത്തെ രാജ്യം. അപ്പോൾ ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നുകൂടെ നോക്കാം. ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷതാരമാണ് ലിയാൻഡർ പേസ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത്? വാഗമൺ. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏതു മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയ. ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 3ാമത്തെ. 2023 ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്? 2023 ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ആര്? പിണറായി വിജയൻ. പിണറായി വിജയനാണ് 2023 ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ്? മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാൻ. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയത് ആര്? ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയത് ആര്?
എസ് സോമനാഥ്. എസ് സോമനാഥാണ് ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയത്. ഒന്നുകൂടെ നോക്കാം. 2023 ഏകീകൃത സിവിൽ കോഡിനെതിരെ കേരള നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് പിണറായി വിജയൻ. മൂൺ സ്നൈപ്പർ എന്ന ചാന്ദ്രദൗത്യം ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാൻ. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന പ്രഖ്യാപനം നടത്തിയത് എസ് സോമനാഥ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്